കേട്ടിട്ടില്ലേ ആളുകൾ പറയുന്നത് ചാത്തനെ വിശ്വസിക്കുന്നവർ? പണ്ടൊക്കെ ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ നാണക്കേടായിരുന്നു. ഗോപ്യമായിട്ടാണ് ചാത്തൻ സേവ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി പറയാം. ചാത്തനെ സേവിച്ച് എന്താ കിട്ടുന്നത്? ചാത്തൻ പറഞ്ഞു കേട്ടില്ലേ, ചാത്തൻ സേവിച്ചു കഴിഞ്ഞാൽ ചാത്തൻ കൂടെ പോരും. വേറെ ഒരു ദൈവവും കൂടെ പോരില്ല. അപ്പോൾ ചാത്തൻ ആരാണെന്ന് ഭക്തജനങ്ങളോട് ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ആർക്ക് വേദനിച്ചാലും വേദനിച്ചാലും അതുകൊണ്ടാണ് മണ്ഡലകാലം മുഴുവൻ വ്രതമെടുത്തിട്ട് പോകുന്നത് ആളുകൾ. അതെ അതെ. ഈ പഞ്ചദ്രാവിഡ ദേശത്തെയും പിടിച്ചു നിർത്തുന്ന ആ ദ്രാവിഡ ദേശത്തിൻ്റെ പീഠമാണ് ശബരിപീഠം. പശ്ചിമഘട്ടം 3 പീഠങ്ങളിലാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് നമുക്ക് പിന്നെ പറയാം. പശ്ചിമഘട്ടത്തെ 3 പീഠങ്ങളിൽ 1600 കിലോമീറ്റർ ഗുജറാത്തിലെ തപതീരം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കന്യാകുമാരി ജില്ലയുടെ അവിടം വരെ വന്ന് നിൽക്കുന്ന. അപ്പോൾ ഈ മാളയപ്പുറത്ത് വീണ്ടും ഞാൻ അങ്ങോട്ട് വരിക, ഈ മാളയപ്പുറത്ത് നാളികേരം ഉരുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം എന്താ നാളികേരം കുനിഞ്ഞ് വിധേയപ്പെട്ട് തന്നെ വേണം അവിടെ നമസ്കരിക്കാൻ. അതായത് ജീവലോകത്തിൻ്റെ ശബ്ദം ജനിക്കുന്നതിന് കാരണം ശബരമാണ്. ആ ശബരത്തിൻ്റെ ശബ്ദത്തിൻ്റെ പീഠമാണ് ശബരിപീഠം. അവിടെ ആ നാളികേരം എറിഞ്ഞുടയ്ക്കാൻ പറ്റില്ല, കാരണം അതിനകത്തിരിക്കുന്നത് പാർവതി. അപ്പം താഴെ പാർവതിയെ എങ്ങനെയാണോ ശിവൻ കൊണ്ടുനടക്കണേന്നറിയോ? പൊതിഞ്ഞു വെച്ചിരിക്കുക പാർവതി. ആ തേങ്ങയുടെ അകത്ത് പാർവതിയെ സുരക്ഷിതമായി പൊതിഞ്ഞു വെച്ചിരിക്കുക. എങ്ങനെയുള്ള രസങ്ങളുടെ മാതാവായിരിക്കുന്ന മധുരമുള്ള ശൈവശക്തിയുടെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു കോട്ടിങ്ങിനകത്ത് പാർവതിയെ പരിശുദ്ധമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ നാളികേരത്തെ ശരിക്കും പറഞ്ഞാൽ ആ ശബരിപീഠത്തിൽ നമ്മൾ കുനിഞ്ഞ് കുമ്പിട്ട് ഉരുട്ടുകയാണ്. ആ പാർവതിയെ തന്നെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതൊക്കെ ആര് ഡിസൈൻ ചെയ്തു എന്ന് ചോദിച്ചാൽ ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന ശാസ്ത്രകാരൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റില്ലാത്ത. ശബരിമലയെ കുറിച്ച് അനവധി പുസ്തകങ്ങളാണ്, പക്ഷെ അവിടെ ഒന്നും ഈ ഇങ്ങനെ ഒരു വർണ്ണന പറയുന്നില്ല. ശാസ്ത്രീയമായ ഒരു അടിത്തറയോടുകൂടിയേ അവിടെ വരുമ്പോഴാണ് നമുക്ക് ഈ ഭസ്മതീർത്ഥക്കുളത്തിൻ്റെ പ്രാധാന്യമൊക്കെ വരുന്നത്. ഭസ്മക്കുളത്തിൻ്റെ പ്രാധാന്യമൊക്കെ വരുന്നത് നമുക്ക് പിന്നീട് നമുക്ക് ഓരോ ദിവസം നമുക്കത് സംസാരിച്ച് പോകാം. എന്തുകൊണ്ട് ആ തീർത്ഥക്കുളത്തിനത് പ്രാധാന്യം വരുന്നു എന്നുള്ളത്, ശബരിപീഠത്തിൽ എങ്ങനെയാണ് ആ ജലം ഭസ്മതീർത്ഥക്കുളമായിട്ട് നിൽക്കുന്നത്. അതേപോലെ ഞാൻ മാറി പോകുന്നത് ധരിക്കരുത്. ഇപ്പോൾ ഒരു വശം നമ്മൾ കയറി മലയപ്പുറത്ത് എല്ലാം എത്തുന്നു, മറുവശം നമ്മൾ അഴുതൽ വരുന്നു. അതേപോലെ തന്നെ ഒരു പ്രാധാന്യമുള്ള സ്ഥലത്തൂടെ അഴുത നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് മുങ്ങി അവിടെ ബലിയിടുന്നില്ല. അവിടെ മുങ്ങി നമുക്ക് പറ്റുന്ന കല്ലെടുക്കുന്നു. എത്ര മുഴുപ്പുള്ള കല്ലെടുക്കാൻ പറ്റും, ഏതാണോ ആദ്യം കിട്ടുന്ന എടുക്കുന്നു. ഇതെടുത്ത് നമ്മൾ കൊണ്ട് കല്ലിടാങ്കുന്നിൽ നിക്ഷേപിക്കുന്നു. അതിന്റെ എന്താ, അതിനെക്കുറിച്ച് ഒരു ലഘുവായിട്ട് വിവരണം. ഏറ്റവും ലഘുവാണ്, എല്ലാം ലഘുവാണ്. നമ്മൾ അന്ധവിശ്വാസത്തിന്റെ ഒരു ലോകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കിത് കീറാമുട്ടിയായിട്ട് പോകുന്നത്. എല്ലാം ശാസ്ത്ര വിഷയമാണ്. ഈ ദൈവങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലാത്ത ലോകത്തല്ല നമ്മൾ നിൽക്കുന്നത്. തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അത്രയും സാങ്കേതികപരമായിട്ട് നമ്മൾ മികച്ചു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഏത് കാര്യം പറഞ്ഞാലും ആർക്കും മനസ്സിലാവും. അഴുതയിൽ മുങ്ങി കല്ലെടുക്കാം, വേറെ എങ്ങൊന്നും കല്ല് പറഞ്ഞിട്ടില്ല. അഴുതയിൽ മുങ്ങി കല്ലെടുത്തിട്ട് കല്ലിടാങ്കുന്നിൽ കൊണ്ടിട്ടാൽ മാത്രമാണ് 1148.48 മീറ്റർ മാത്രം ഉയരമുള്ള പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും ഉയരം കുറഞ്ഞ രണ്ടാമത്തെ ഭാഗമായിരിക്കുന്ന ശബരിപീഠത്തിൻ്റെ ഉയരം കുറയാതിരിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ പോകുന്നത് ഈ അഴുതയിൽ മുങ്ങി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കല്ലുമായിട്ട് പോയിട്ട് കല്ലിടാങ്കുന്നിലെ കല്ലിടണം. പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം കുറയാതിരിക്കാൻ. പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ഉയർത്തി മേഘവീതിയിലേക്ക്, മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് മേഘവീതിയിലേക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ഹൈറ്റ് ഉയർത്തി മഴയെ പെയ്യിക്കുന്ന ഹൈഡ്രജൻ ചോർച്ചയുടെ പഴുതടയ്ക്കുന്ന ശാസ്ത്രവിധിയാണ്. അതാണ് ഈ കല്ല്. അതിന് വേണ്ടിയിട്ട്, ആ ഉയരം കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്ന ഒരു കല്ല്, തന്നാൽ കഴിയുന്ന ഒരു കല്ലെടുത്തിട്ട് അഴുതയിൽ മുങ്ങിയെടുത്ത്, വേറെ എവിടെ നിന്നെങ്കിലും ആണിക്കല്ല് വലിച്ചിട്ടുണ്ടെങ്കിൽ അഴുതയിൽ ഒഴുകി വരുന്ന കല്ലിനെ എടുത്ത് മുകളിൽ കൊണ്ട് വെക്കണം. ഉയരം കുറയാതിരിക്കും. ഇവിടെ മഴ ഉണ്ടാവണം. അല്ലെങ്കിൽ യമൻ അവിടെ ഉയരും. ഹിമവാൻ അവിടെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് യമൻ ഇവിടെ താഴ്ന്നിരിക്കുന്നത്. ശിവഭവാന്റെ മിത്രം ഹിമവാൻ, യമന്റെ ശത്രു ഹിമവാൻ.
ഹിമവാൻ അവിടെ ഉയർന്നു നിൽക്കുന്നത്, ഹിമയും മഹിയുമായിട്ട് ചേർന്ന് ഉയർന്ന് അവിടെ വസിക്കുന്നത്, വിലാസം തീർക്കുന്നത്, ജീവലോകത്തിനെ വിലാസമുള്ളതാക്കുന്നത്, നമുക്ക് അഡ്രസ്സ് ഉള്ളതാക്കി തരുന്നത് ഹിമാലയമാണ്. ആ ഹിമാലയം അവിടെ ഉയർന്നിരിക്കുമ്പോൾ യമവിയുടെ ഇവിടെ താന്നിരിക്കും. എപ്പോൾ വൈഷ്ണവ ശക്തിയുടെ ഈ ഭാരം എപ്പോൾ കുറയുന്നോ അപ്പോൾ യമൻ ഉയരും, ഹിമാലയം താഴും, മഞ്ഞുരുവും. ഹിമാലയം കീഴടക്കിയാൽ, അതായത് അതിൻ്റെ ഉയരം താന്നാൽ, കീഴടക്കാൻ പാകത്തിന് ഹിമാലയത്തിൻ്റെ ഹൈറ്റിനാൽ അന്റാർട്ടിക്ക ഇല്ലാതാകും. പിന്നെ 7 സമുദ്രങ്ങളും, അതായത് അപ്പോൾ സസ്യലോകം ഇല്ലാതാകും, ജന്തുലോകം ഇല്ലാതാകും. ഈ ശരീരാംശങ്ങളിലുള്ള സസ്യ ജന്തുലോകത്തിൻ്റെ ചരാചര പ്രപഞ്ചത്തിൻ്റെ ചരാചര പ്രപഞ്ചത്തിൻ്റെ ശരീരത്തിൻ്റെ ഏകദേശം 70% വരുന്ന ജലത്തിൻ്റെ ക്വാണ്ടിറ്റി നേരെ സമുദ്രത്തിലേക്ക് എത്തും. ഈ അന്തരീക്ഷത്തിൽ റീഫിൽ ചെയ്ത് തീർക്കുന്ന ഈ ജലത്തെ അന്തരീക്ഷത്തിലേക്ക് റീഫിൽ ചെയ്യുന്നത് സസ്യലോകമാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ഈ സസ്യപ്രപഞ്ചം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ വായുമണ്ഡലത്തിലെ മുഴുവൻ ജലവും സമുദ്രത്തിലേക്ക് എത്തും. ഈ സസ്യപ്രകൃതിയിൽ നിന്ന് മുഴുവൻ ജലവും സമുദ്രത്തിലേക്ക് എത്തും. ജന്തുലോകത്തിൻ്റെ ശരീരാംശം മുഴുവൻ നഷ്ടപ്പെട്ട് അതും വംശനാശം സംഭവിച്ച് സമുദ്രത്തിലേക്ക് എത്തും. അപ്പോൾ സമുദ്രം ഏകമാകും. അപ്പോൾ ഈ പാലാഴി ഖണ്ഡമാകും. പാലാഴി ഒന്നായിരിക്കുന്നത് കൊണ്ടാണ് സമുദ്രം 7ആയിരിക്കുന്നത്. പാലാഴി എന്ന് പറയുന്നത് സത്വഗുണമുള്ള വായുവിൻ്റെ മണ്ഡലം. ഉത്തരധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും ഇടയ്ക്ക് സസ്യപ്രകൃതിയാണ് ഈ വായുമണ്ഡലത്തെ പാലാഴിയാക്കി മാറ്റുന്നത്. ആ വായുവിൻ്റെ പാലാഴിയിലാണ് വിഷ്ണു ശയിക്കുന്നത്. ഈ വൃക്ഷലോകൻ ശയിക്കുന്നത് ഈ സത്വഗുണമുള്ള വായുവിൻ്റെ പാലാഴിയിലാണ്. ആ വായുവിൻ്റെ പാലാഴി ഏകമാണ്. ഉത്തരധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും മധ്യേ അത് ഭൂമിയിൽ ഏകമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പാലാഴി ഏകമല്ലാതായാൽ, ഖണ്ഡമായാൽ സമുദ്രം ഏകമാണ്. വെറുതെ അല്ല, ഇതൊന്നും മനസ്സിലാക്കാതെ ജനകോടികൾ ശബരിമലയ്ക്ക് ഒഴുകുന്നത് ഈ അറിവിൻ്റെ കൂടെ. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര യാതന സഹിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മളുടെ ജന്മങ്ങളുടെ വേര് തപ്പി ആഫ്രിക്കയിൽ അലയുന്നവർ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തെ ഒന്നും നടന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല, 50ലധികം രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം അയ്യപ്പന്മാർ വരുന്നുണ്ടല്ലോ ശബരിമലയ്ക്ക്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി ആളുകൾ കൂടും, എണ്ണം കൂടും. തീർച്ചയായിട്ടും മതമല്ല, മതത്തിന് പ്രസക്തിയേ ഇല്ലല്ലോ. എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും 33 കോടി ചരാചരങ്ങൾക്കും ഭൂതനാഥനാണ്. 33 കോടി ചരാചരങ്ങളെയും പുനർസൃഷ്ടിക്കുന്നതിന് ശേഷിയുള്ളതാണ് കലിയുഗവരതനായിരിക്കുന്ന ഈ ശാസ്താവിൻ്റെ. ആ ശാസ്ത്രത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. ആ ശാസ്ത്രത്തിൽ പഠിക്കുമ്പോൾ മാത്രമാണ് ശബരിമലയ്ക്ക് പോകാൻ തോന്നുന്നത്. ആ ശാസ്ത്രത്തെയാണ് ഇവിടെ ചാത്തനെന്ന് ഇങ്ങനെ പല പേരുകളിലൊക്കെ വ്യാഖ്യാനിച്ച് പല സ്ഥലങ്ങളിൽ കൂടെ നമ്മുടെ വിശ്വാസികളെയെല്ലാം പലതരത്തിൽ നയിച്ചുകൊണ്ടിരിക്കുക. ശാസ്ത്രനെ ഇപ്പം തന്നെ അങ്ങ് വിളിക്കട്ടെ, ചാത്തനെ. ഈ മണ്ഡലകാലത്ത് വിളിക്കണം അല്ലേ? അങ്ങയുടെ ഇഷ്ടം പോലെ. അതായത് അന്ധവിശ്വാസങ്ങളെ നമ്മൾ നിഗ്രഹിച്ചേ മതിയാവും അല്ലേ? നമ്മൾ വിശ്വാസികളാവണ്ട. എങ്കിലേ മുന്നോട്ട് പോകാം. നമ്മളുടെ വിശ്വാസങ്ങൾക്ക് ശാസ്ത്രീയത ഇല്ലെങ്കിൽ അത് വേറെ മൂഢത്തരമാണല്ലോ. അതെ, അത് തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുനടക്കാൻ പാടില്ലല്ലോ. പറയണേ കേട്ടിട്ടില്ലേ ആളുകൾ പറയുന്നത്, ചാത്തനെ വിശ്വസിക്കുന്നവർ. പണ്ടൊക്കെ ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ നാണക്കേടായിരുന്നു. ഗോപ്യമായിട്ടാണ് ചാത്തൻ സേവ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി പറയാം, ചാത്തനെ സേവിച്ച് എന്താ കിട്ടുന്നത്? ചാത്തൻ പറഞ്ഞു കേട്ടില്ലേ, ചാത്തൻ സേവിച്ചു കഴിഞ്ഞാൽ ചാത്തൻ കൂടെ പോരും. വേറെ ഒരു ദൈവവും കൂടെ പോരില്ല. അപ്പോൾ ചാത്തൻ ആരാണെന്ന് ഭക്തജനങ്ങളോട് ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ആർക്ക് സ്റ്റാർ ഫർണിച്ചർ വടകര കമ്പനി ഫർണിച്ചർ നമുക്ക് സ്വന്തമാക്കാം.